സെബാസ്റ്റ്യൻ അറിയോ? അറിയാൻ അയൽവക്കത്തില്ല, ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ. മിണ്ടാറുണ്ടോ? സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടോ? തൊട്ട് അയൽവക്കം അല്ലേ? അത്ര വലിയ യോജിപ്പിലല്ല, സ്നേഹത്തിലല്ല ഉള്ളത്. അതിൻ്റെ കാരണം കാരണമൊന്നുമില്ല. പണ്ടുപോലെ പുള്ളി നമ്മളെ ഏരിയ ആയിട്ട് വലിയ കണക്ഷൻ ഇല്ല. പുള്ളി അങ്ങനെ കിഴക്കോട്ടും പുറത്തുള്ള ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ട്. സെബാസ്റ്റ്യൻ അധിക ദിവസം ഇവിടെയാണ് തങ്ങുന്നത്? അതൊന്നും അറിയത്തില്ല. പുള്ളി ഇടയ്ക്കൊക്കെ വരും, കുറേ കാലമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? ഭാര്യ വീട്ടില്. ഭാര്യ വീട്ടിലെ? ആ, പുള്ളിക്ക് ഭാര്യ വീട് എവിടെയാ? ഏറ്റുമാനൂര്. അവിടെയാണ് കൂടുതലും തങ്ങുന്നത്? ആ, കൂടുതൽ അവിടെയാണ്. കുറേ കാലങ്ങളായിട്ട് അവിടെയാണ്, 5-6 കൊല്ലമായിട്ട് അവിടെയാണ്. 5-6 കൊല്ലമായിട്ട് ഇവിടുന്ന് മാറി അവിടെയാണ് താമസിക്കുന്നത്? പിന്നെ നമ്മുടെ ഒരു വീട്ടുകാരനായിട്ട് വരുവേ പുള്ളി പണ്ട് തന്നെ കുടുംബമായിട്ട് അത്ര വലിയ പ്രശ്നമില്ലാത്ത ഇതല്ലാത്തതുകൊണ്ട് ഞങ്ങളധികം ഇങ്ങോട്ട് അടുക്കുകയല്ല പുള്ളി. പിന്നെ പെങ്ങന്മാരും ഇവിടെ അനിയനൊക്കെ പിന്നെ മിണ്ടുവാൻ പറയുകയൊക്കെ ചെയ്യും. പുള്ളി പണ്ടുപോലെ നമ്മളായിട്ട് അത്ര ഇതല്ല. എന്തെങ്കിലും അതിർത്തി തർക്കം അങ്ങനെ വല്ലതും ഉണ്ടോ? വസ്തു തർക്കം? അതൊന്നുമില്ല. പുള്ളിയുടെ സ്വഭാവം കൊണ്ട് ഞങ്ങളങ്ങനെ ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ എന്തൊരു സ്ഥലമുണ്ട് സെബാസ്റ്റ്യന്? പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ 1.5 ഏക്കർ താഴെ ഉള്ളൂ. 1.5 ഏക്കറേ ഉള്ളൂ. പുരയിടം കുറച്ച് അതിൻ്റെ തെക്കേസൊക്കെ കുറച്ച്. ഇവിടെ വല്ലതും കുഴിച്ചിടുന്നോ മണ്ണ് ഇളക്കുന്നോ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? അതൊന്നും ഇല്ല, കണ്ടിട്ടില്ല. പുള്ളി അങ്ങോട്ടൊന്നും ഇത് കണ്ടു, ഇവിടെ നോക്കി ഒന്നും കാണത്തില്ല. ആ, അങ്ങനെയുള്ള സ്ഥലമാണ്. പുള്ളിയുടെ വീട്ടിലേക്കുള്ള വഴി ഈ വരുന്ന വഴിയാണോ അല്ലെ അപ്പുറത്തോടെയുള്ള വഴിയാണോ? ഏതാ ഈ സെബാസ്റ്റ്യൻ വീട്? അപ്പുറം ആ വഴിയാ. ഇത് പുറവശമായിട്ട് വരും അല്ലേ? പുറവശമായിട്ട് വരും. ഈ ഷേർലി ഒക്കെ ഇവിടെ വരാറുണ്ടോ? ഷേർലി കെട്ടിയ സമയത്തുണ്ടായി 2-3 കൊല്ലം ഇവിടെ നിന്നത്. ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ അമ്മായിമ്മ മരിച്ചു കഴിഞ്ഞിട്ട് സെബാസ്റ്റ്യൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയത്. ഈ ഷേർലിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സ്വന്തം വീട്ടിൽ ആങ്ങളെയും അങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു പെങ്ങളെ ഉള്ളോ ഈ ആങ്ങളയ്ക്ക്? എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ അവിടെ തന്നെ നിൽക്കുന്നത്. പുള്ളിയായിട്ട് നമ്മളത്ര യോജിപ്പിലല്ല, അതുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ഐക്യമല്ല. മനസ്സുകൊണ്ട് ഐക്യമല്ല എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പുള്ളിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ 67 വയസ്സല്ലേ, നമുക്കിപ്പോൾ 55 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പുള്ളിയുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ പുള്ളി ഇങ്ങനെ വീടുമായിട്ട് ഇങ്ങനെ വിട്ടുവിട്ടാണ് നിൽക്കുന്നത്. വീടുമായിട്ട് വിട്ടു നിൽക്കാൻ കാരണം എന്താ? അതാണ് പുള്ളിയുടെ സ്വഭാവ രീതികളൊന്നും മറ്റുള്ളവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നോ? അങ്ങനെയെന്ന് പറയാൻ പറ്റിയല്ല. എന്ന് വെച്ചാൽ നമുക്കത്ര അറിയത്തില്ല. പുള്ളി ഒരു പ്രത്യേക കൂട്ടും പല വലിയ പരിപാടിയൊക്കെ. ആരോടാ കൂടുതലും കൂടുന്നത്? ഒരു യൂട്യൂബറല്ലേ? അതെ അതെ. ഞാൻ ഷൈനയുടെ അത് തന്നെ കണ്ടായിരുന്നു. ഞങ്ങളാണ് മറ്റേ ജിസ്മോക്കയുടെ കേസൊക്കെയാണ് തുടക്കം മുതൽ ഞങ്ങൾ വാർത്ത ഇട്ടത്. ഹാർഡ് ഫാർമർ ചാനലിൻ്റെ പേര് ഡിക്റ്റ് ന്യൂസ്, 2 ചാനലുണ്ട്. നിങ്ങളുടെ വാർത്തകൾ ഞാൻ ഒത്തിരി പേർക്ക് കൊടുക്കുകയും ചെയ്തു. അതെ അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബർ ആണോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനല് ഉണ്ടല്ലേ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേറെ ഏറ്റുമാനുള്ള ടീം തന്നല്ലേ? ഞങ്ങൾ സത്യസന്ധവും നീതിപൂർവമായ വാർത്തകൾ മാത്രം എടുക്കാറുള്ളൂ. നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് അഭിമുഖം തരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഒരു ഫാമിലിയാണത്. അപ്പൊ അവരുടെ കുടുംബക്കാർ വീട്ടുകാരും സത്യസന്ധമായി അങ്ങനെ ഫാമിലിയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ സത്യനീതിയാണ് നമ്മൾ ചോദിക്കുക. അവനെന്തിനാ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞേ, നമ്മൾ അതിനകത്ത് ബന്ധപ്പെട്ട കാര്യമില്ല. അതിപ്പോ പുറമേ നിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇത് ഇപ്പം ജിസ്മോക്കയുടെ കേസാണെങ്കിലും നാട്ടുകാർ നമ്മളോട് സഹകരിച്ച കാരണമാണ് ഇപ്പോൾ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ അന്വേഷിക്കുന്ന അവർ തന്നെ കടക്കരപ്പള്ളി നേണ്ടൊക്കെ ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു സോഡാ പൊന്നപ്പന, ആ രണ്ടൊക്കെ അതിനകത്ത് മൊഴി കൊടുക്കുന്നുണ്ടല്ലോ. സോഡാപ്പനപ്പന പുള്ളിയുടെ കൂട്ടുകാരനായിരുന്നോ? സോഡാപ്പനപ്പന അറിയോ? സോഡാപ്പനപ്പന അറിയോ? അറിയില്ല. ഇന്നത്തെ വാർത്തയാണ്. അതെവിടെ താമസിക്കുന്നവര്? അത് കടക്കരപ്പള്ളി. അതല്ലേ? അവിടെയാണല്ലോ ബിന്ദുപത്മനാഭന്റെ വീട്. ബിന്ദുപത്മനാഭനെ കൊന്നത് ആണ് ഇപ്പൊ ഈ പറയുന്നത് കടക്കരപ്പള്ളി. അപ്പൊ അവിടെയുള്ളവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന. അവളും ഇതുപോലെ ഒറ്റപ്പെട്ട് നടക്കുന്നതല്ല. അങ്ങനെ ഉണ്ടായിരുന്ന വിദേശത്തായിരുന്നല്ലോ. പിന്നെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. അതുകൊണ്ട് 100 പവൻ സ്വർണം കയ്യിലുണ്ടായിരുന്നല്ലേ? 100 അല്ലായിരുന്നു പറയുന്നത്. അത് കൂടുതലുണ്ടായിരുന്നു. 100-150 പവന്റെ. ഇത് ഇവിടെ ബിന്ദുപത്മനാഭന്റെ അപ്പൻ ഇതായിരുന്നു, എക്സൈസിലായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ അങ്ങനെയാണ്, നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അതിൻ്റെതായ രീതിയിൽ കുറച്ച് വരുമാനങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ട് നല്ല ഇതിലായിരുന്നു. ഇവിടെ ബാംഗ്ലൂർ പഠിക്കാൻ പോയി, ഇച്ചിരി മദ്യപിച്ച് മറ്റേ ഇതൊക്കെ അടിക്കാൻ, അങ്ങനെയാണ് മുതലെടുത്തല്ലേ. അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഇതിലായിപ്പോയി. അപ്പം പിന്നെ ഒറ്റക്കാരൻ ഇവരവിടെ ചെന്ന് പരിചയപ്പെട്ട് ഇവൻ്റെ കൂട്ടത്തിൽ കൂടി അങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെയൊക്കെ വരുമായിരുന്നാ പറയുന്നത്. ഇവിടെ വരുമായിരുന്നു. കാഴ്ചക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അറിവേ. പുള്ളിയുടെ കാറിലാണോ തന്നെ?
കാറ് വെച്ച് മുറ്റത്തേക്ക് കയറിയല്ലോ, കാറ് പുറത്തിട്ടിട്ടൊക്കെ ഈ അടുത്ത കാലത്തെ വീട്ടിലേക്ക് വഴിയായി 2 കൊല്ലമൊക്കെ അതല്ലേ. ഈ ബിന്ദു പത്മനാഭനും പുള്ളിയും തമ്മിൽ അല്ല, അത് ഈ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുള്ളൂ. പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള അറിവുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ഇത്ര വർഷങ്ങൾക്ക് പിന്നെ അല്ലേ. ഞാൻ കൂടുതലും കാസർഗോഡായിരുന്നു. ഇവിടെ അങ്ങനെ നിൽക്കല് കുറവാണ്. ഈ സ്ഥലം നേരത്തെ മുതൽ കാരണവന്മാരായിട്ട് കിട്ടിയ 1.5 ഏക്കർ പാരമ്പര്യ സ്വത്താ അല്ലേ? ഇപ്പോൾ പെണ്ണുമ്പിള്ളയുടെ വീതം ഉണ്ടോ അവിടെ ഈ ഏറ്റുമാനൂര്? കാണുമായിരിക്കും. ഒരു ആങ്ങളെയുള്ളൂ കെട്ടാത്തത്. അതിനെ കല്യാണം കഴിക്കാതെ അതറിയത്തില്ല. എത്ര വയസ്സുണ്ട് ആങ്ങളൊക്കെ? കാണും 40-45 വയസ്സോളം കാണും. അതെയോ? പിന്നെ അവരുടെ അമ്മ ആരാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓഹോ. ഒരാൾ മരിച്ചു, അപ്പനാരാണ്ട് മരിച്ചിട്ടുണ്ട്. അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. പറമ്പിക്കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ടോ പുള്ളി? ആരാ? ഈ സെബാസ്റ്റ്യൻ. പറമ്പിക്കൂടെ നടക്കുന്നതിന് പുള്ളിക്ക് കുഴപ്പമില്ല. പറമ്പിക്കൂടെ അങ്ങനെ കൃഷി അങ്ങനെ വല്ലതും നോക്കി ഇതിൻ്റെ അത് തന്നെ ആദായമുള്ളേ ഈ പറമ്പില്? അത് കുറച്ച് തെങ്ങായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. തേങ്ങയിടാനൊക്കെ വരാറുണ്ടോ പുള്ളി? ഇടയ്ക്ക് വരാറുണ്ട്. ആഴ്ചയിൽ വന്ന പോലെയൊക്കെ വരും. ആദായമൊക്കെ എടുത്തോണ്ട് പോവോ? ആദായം എടുക്കാനുണ്ട്. ആദായം എന്ന് പറയാനൊന്നുമില്ല. 5-6 തെങ്ങിലെ തേങ്ങ കാണും, 10-30 തേങ്ങ കാണും. അതൊക്കെ പറക്കി എടുത്തോണ്ട് പോവോ? അത്രേ ഉള്ളൂ. തേങ്ങ ഇടുകാരെ കൂട്ടിക്കൊണ്ടാണോ വന്നത്? അല്ലെങ്കിൽ ചിലപ്പം പുറത്തുനിന്ന് കൊണ്ടുവരും. അങ്ങനെ വന്ന് അതല്ലേ, കാരണം കണ്ടമാനം സ്വർണവും സ്ഥലവും ഒക്കെ കൈക്കലാക്കി കാരണം ഇനി ആ രീതിയിലാണ് ദാരിദ്ര്യാവസ്ഥയിലാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ കാണും. പുള്ളി അങ്ങനെയാണ്. പുള്ളി 5 പൈസയുടെ ഒരു 8 പൈസ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പുള്ളിയുടെ അനിയനുണ്ട്. അനിയനിടയ്ക്ക് വർഷത്തിലൊന്ന് വരും. അനിയന്റെ വീട് എവിടെയാ? അനിയന്റെ എല്ലാവരും വീടാണ്. ഒരു 5 പേരാണ്, 6 പേരാണ്. ഒരാൾ മരിച്ചു. അനിയന് എവിടെ താമസിക്കുന്നത്? പുറത്തല്ലേ? ന്യൂസിലാൻഡില്ല. അപ്പം പുള്ളി ഇവിടെ എക്സൈസിലായിരുന്നു. റിട്ടയറായപ്പം പുള്ളി ഭാര്യയുടെ കുറിച്ച് അങ്ങോട്ട് പോയി. പുള്ളി പെൻഷൻ മേടിക്കാൻ വേണ്ടി ആണ്ടിൽ വരും. ആണ്ടിൽ വന്ന് പിന്നെ ഇത് മേടിച്ച് 2 മാസം വരെ നിന്നിട്ടൊക്കെയാണ് പോകുന്നത്. അതല്ലേ. അന്നേരം പുള്ളി വരുമ്പോൾ ഇതിലേക്ക് വരും, ഇതിലേക്ക് പോകും, കാണുന്നുണ്ട്. അവനെ പുള്ളിക്കും വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ഈ നടക്കുന്നതുകൊണ്ടേ അതല്ലേ, പുള്ളിക്കും വലിയ താല്പര്യമില്ല. വലിയ അങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വർത്താനം ചോദിക്കുന്നതൊന്നും. കല്യാണത്തിൻ്റെ സമയത്ത് സഹകരിച്ചായിരുന്നു. അമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോ എന്നൊക്കെ അമ്മ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മ മരിച്ചു. എന്താണേലും വളരെയധികം അല്ലേ. ഇപ്പോൾ 3-4 പേരെ ഇവിടെ കൊണ്ടുവന്ന് തിരോധാനം ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയല്ലേ. ഇപ്പം പോലീസുകാർ തപ്പിട്ട് തെളിവുകളൊന്നും ഇല്ല. ഇതിപ്പോൾ രക്തക്കറ കണ്ടത് ഇവിടെയാന്നൊക്കെ പറയുന്നത്. ജയനമ്മയുടെ. നിങ്ങൾ ഏറ്റവും പേരാണ്? അതെ, അല്ല, ഞങ്ങൾ തൊടുപുഴയാണ്. ഏറ്റുമാനൂർ ഈ അതായത് ജയനമ്മയുടെ രക്തക്കറയാണ് പിറ്റേന്ന് കിട്ടിയെന്നുള്ള ഗവനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇത്ര നാള് കല്ലറയുണ്ട് ഇവരുടെ ഒരു പെങ്ങള്, ഇളയ മകള് മേഴ്സി. ആരുടെ? ഈ സെബാസ്റ്റ്യൻ്റെ പെങ്ങള്. അതെയോ? സ്വന്തം പെങ്ങള്? സ്വന്തം പെങ്ങള്. പുള്ളിക്ക് എൻ്റെ ഈ സ്ഥലക്കച്ചവടവും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് കിട്ടിയവന്. അവർക്ക് സാമ്പത്തികം ഉണ്ടോ? അവർക്കുള്ള സാമ്പത്തികം. പെങ്ങന്മാരിൽ നിന്നുള്ള സാമ്പത്തികം. അതല്ലേ. പാല കുറിഞ്ഞിയിലുണ്ട് ഒരു പെങ്ങള്. ഒരു പെങ്ങള് പാല കുറിഞ്ഞില്ലേ? കുറിഞ്ഞിയിൽ എവിടെയാ? കുറിഞ്ഞി കൂമ്പിനടുത്താണ്. കൂമ്പിനടുത്ത്? അതൊരു പാല കൂമ്പോ? കുറിഞ്ഞിക്കൂമ്പ്. കുറിഞ്ഞിക്കൂമ്പ് ആ ഏരിയ. ആ സഹോദരിയുടെ പേരെന്നാ? അവരുടെ വീട്ടുകാർ അല്ല, പേര് തങ്കമ്മ. തങ്കമ്മ. അൽഫോൺസ് എന്നാണ് കിട്ടിയോണ്ട് പേര്. അൽഫോൺസ്. പിന്നെ മക്കൾ ഒരാൾ വൈദ്യനാണ്, പിന്നെ ഒരാൾ വിദേശത്താണ്. നല്ല സാമ്പത്തികമുണ്ട്. ഈ കല്ലറയിലുള്ള പുള്ളിക്കാരത്തിയുടെ പേരെന്നാ? മേഴ്സി. പുള്ളിയുടെ പേരോ? അതെനിക്ക് പേരേ അറിയത്തില്ല. ഇപ്പോൾ 2 പെങ്ങന്മാരാണുള്ളത്. 3 പേര്. ഒരു ആനിമ. ആനിയമ്മ. അവരെവിടെ താമസിക്കുന്നേ? അവര് നേരത്തെ മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തുകൊണ്ടായിരുന്നു. അത് വിറ്റിട്ട് അവര് ഷൊർണൂരിൽ കിഴക്കങ്ങാണ്ട് സ്ഥലമുണ്ടല്ലോ, പിന്നെ ഒരു ട്രെയിനൊക്കെ അങ്ങോട്ട് പോകുന്നതാണ്. ചെറിയൊരു ഏരിയ ആണ്. പാലക്കാട് റൂട്ടല്ല, നേരെ പോകുന്ന റൂട്ടില്ല. ഷൊർണൂരിൽ. ഈ സെബാസ്റ്റ്യൻ്റെ സഹോദരൻ, അതായത് സെബാസ്റ്റ്യൻ്റെ പെങ്ങന്മാരൊക്കെ നല്ല സാമ്പത്തികമുള്ള നിലയിലാണോ? കുഴപ്പമില്ല, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നത്. ഇത് ഈ സെബാസ്റ്റ്യൻ്റെ പെങ്ങന്മാരൊക്കെ നന്നായിട്ട് സ്ത്രീധനം കൊടുത്താണ് കെട്ടിച്ചു വിട്ടേ? കൊടുത്ത കെട്ടിച്ച സെബാസ്റ്റ്യനാണ് കെട്ടിച്ചു വിട്ടത്? അല്ലല്ല, അത് മൂത്ത പെങ്ങളെ കെട്ടിച്ചപ്പോൾ അപ്പനുണ്ടായിരുന്നു. അപ്പനുണ്ടായിരുന്നു. പിന്നെ ഇളയ പെങ്ങള് വിദേശത്തായിരുന്നു. അങ്ങനെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൻ എന്നായിരുന്നു ജോലി? അപ്പനെ കൃഷി സ്ഥലം ഉണ്ടായിരുന്നു. ഇത് കൂടാതെ പുറത്തൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അതെയോ? ആവശ്യത്തിന് വിറ്റ് അങ്ങനെ പോയതാണ്. വിറ്റ് പെങ്ങന്മാരെ കെട്ടിച്ചു വിടാനായിട്ട് വിറ്റതാണോ? അതെ. പിന്നെ രണ്ടാമത്തെ പെങ്ങളാണ് ഇച്ചിരി പ്രായമായി. എന്താണ് അനിയനാണ് കെട്ടിച്ചത്. എക്സൈസ് ജോലിയുള്ള പുള്ളി ആണ് പുള്ളി കെട്ടിച്ചത്. അനിയനെ കെട്ടിച്ചത്. അതായത് ഈ സെബാസ്റ്റ്യൻ്റെ ഒരു പെങ്ങൾ ഇച്ചിരി പ്രായമുള്ളതായിരുന്നു. ഈ അനിയൻ കെട്ടിച്ചു വിട്ടു. പെങ്ങന്മാരൊക്കെ ഇവിടെ വരാറുണ്ടോ? തറവാട്ടി വരാറുണ്ടോ? വരാറുണ്ട്. അവരുടെയൊക്കെ സ്നേഹത്തിലാണോ? അവർ
അവർ തമ്മിൽ വിളിയും പറച്ചിലൊക്കെയുണ്ട്. വിളിയും പറച്ചിലൊക്കെ ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു പ്രവൃത്തി ചെയ്യുന്നുള്ളത് അവരാരും ചിന്തിച്ചു കാണിക്കില്ല. ഈ സെബാസ്റ്റ്യൻ്റെ അനിയത്തിമാരാണ് ഇവരൊക്കെ, ഈ 3 പേരും? സെബാസ്റ്റ്യൻ്റെ അനിയത്തിമാര് തങ്കമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ മൂത്തതാണ്. മറ്റത് സെബാസ്റ്റ്യൻ്റെ ഇളയതാണ്. ഒരാൾ മേഴ്സി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയതാണ്. അതായത് തങ്കമ്മ എന്ന് പറഞ്ഞ ആളാണ് കുറിഞ്ഞി കൂമ്പി താമസിക്കുന്നത്, മേഴ്സി താമസിക്കുന്നത് കല്ലറയിൽ താമസിക്കുന്നത്. ഒരാൾ തൊടുപുഴ അല്ലേ? തൊടുപുഴയുണ്ട് ഇപ്പം അവർ? തൊടുപുഴയല്ല, അവിടെ നിന്ന് അവർ വിറ്റുപോയി. 5-8 കൊല്ലമായി. അവർ ഞാൻ മറ്റേ ഷൊർണൂരിൻ്റെ കിഴക്കാണ്. ഷൊർണൂർ? നിലമ്പൂരായി. അവർക്ക് ഹസ്ബൻഡ് എന്താ ജോലി അറിയാവോ? കൃഷി കൃഷി കാര്യങ്ങളൊക്കെ അല്ലേ?